നമ്മളെ വിഷനൊക്കെ ഉണ്ടല്ലോ, അത്ര ചെറുപ്പത്തിൽ തന്നെ ഞാൻ എൻ്റെ ഉമ്മാനോട് ചർച്ച ചെയ്യും, വീട്ടുകാരോട് ചർച്ച ചെയ്യും, സുഹൃത്തുക്കളോടൊക്കെ പറയുമ്പോ ഒരുവിധ ആൾക്കാരൊക്കെ എന്നെ കളിയാക്കും. നിങ്ങളുടെ ഒരു ഇൻസ്റ്റയില് നമ്മള് ശ്രദ്ധിച്ചപ്പോ നിങ്ങളുടെ ഉമ്മ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു പക്ഷെ ബിസിനസ് തുടങ്ങാൻ എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന സാധനമാണ്. തീർച്ചയായിട്ടും എന്റെ മോന് ഇഷ്ടമല്ലേ ചെയ്തോ, ഞങ്ങൾ ഉണ്ട് അത് വല്ലാത്തൊരു കോൺഫിഡന്റ് ആണ്. അത് ചെറിയ വാക്കല്ല, സത്യം സത്യം സംഭവമാണ്. വീട്ടുകാർ പറയാം. അപ്പൊ തീർച്ചയായിട്ടും അന്നിപ്പോ ഞാൻ പറയണ ഒരു 100 വണ്ടിന്റെ സ്ഥാപനം തുടങ്ങണം, എനിക്ക് ഇങ്ങനെ ബെൻസ് BMW ഓടിയൊക്കെ ഞാൻ വാങ്ങുന്നു പറഞ്ഞാൽ എല്ലാവരും കളിയാക്കും, ഓന്റെ ഒരു വൽപ്പത്തരം, ഓന്റെ പുളിച്ചിത്തരം, നടക്കാത്ത കേസ് അല്ലേ. അപ്പൊ ഇപ്പൊ ഞാന് ഒരു വർഷം അല്ലെങ്കിൽ 3 വർഷം മുന്നേ ഞാൻ ചർച്ച ഇവിടെ എല്ലാവരും പറയും, മീറ്റിംഗ് ഇരിക്കും ഞങ്ങൾ സ്റ്റാഫുകളൊക്കെ. അപ്പോഴും ഞാൻ പറയും, ഞാൻ കേരളത്തിൽ ഇന്ന സ്ഥലത്തൊക്കെ ഷോറൂം തുടങ്ങും, ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോ ഇവരൊക്കെ മനസ്സിൽ ഇതൊക്കെ നടക്കും, ഇതിലൊരു സംഭവങ്ങളുണ്ട്. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ സാധനങ്ങള് ഇപ്പൊ നമ്മൾ നടത്തി കാണിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. ആ വ്യക്തികളോട് ഇപ്പൊ ഞാൻ പറയുമ്പോ ഓലെതിര് പറയില്ല, കാരണം അവർക്ക് അറിയാം നമ്മൾ പോണ കാണിക്കും. അപ്പൊ അത് നമ്മളെ മനസ്സിന് കിട്ടിയ കോൺഫിഡൻ്റാണ്. അപ്പൊ ഒരാളും നമ്മൾ ഒരു പാഷനും നമ്മളൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എത്താം. പക്ഷെ ഒറ്റടിക്കാണ് ചാടരുത്. ഒറ്റടിക്ക് ചാടാൻ നോക്കുമ്പോഴാണ് കുറെ ആൾക്കാർ ഇതില്ലാതായി പോണത്.